പിതാവിനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം. ആ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം പുതിയ വെളിപ്പെടുത്തലുകൾ വന്നിരുന്നു. അക്ഷരാർത്ഥത്തിൽ നടുക്കുന്ന വെളിപ്പെടുത്തലുകളായിരുന്നു കഴിഞ്ഞ ദിവസം ഈ കൊലപാതകം നേരിൽ കണ്ട ഈ പ്രതിയായ പ്രജിൻ്റെ മാതാവ് മാധ്യമങ്ങളോട് നടത്തിയത്. നമ്മളിന്ന് ആ വീട്ടിൽ വന്നിരുന്നു. പക്ഷേ ഇന്ന് അമ്മയുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥ വളരെയധികം, ഈ ഒരു ഹെൽത്ത് കണ്ടീഷനൊക്കെ വളരെയധികം മോശമായിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളോടൊന്നും കൂടുതൽ പ്രതികരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ആ മാതാവ് ആയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു കൊലപാതകം നേരിട്ട് കണ്ട ഒരു മാതാവാണ്. തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ട വിഷമം, അതുപോലെ തന്നെ മകൻ പ്രതിയായ വിഷമം, രണ്ട് വിഷമങ്ങൾക്ക് നടുവിലൂടെ കടന്നു പോകുന്ന ഒരു മാതാവാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ മാതാവിൻ്റെ അവസ്ഥ എന്താണ്, മാനസികാവസ്ഥ എന്താണെന്നത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മാതാവ് നടത്തിയ നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ, അതായത് ഈ വീടിൻ്റെ 2ാം നിലയിലായിരുന്നു പ്രജിൻ താമസിച്ചിരുന്നത്. ശരിക്കും ഈ ഒരു നിഗൂഢ ജീവിതം തന്നെയായിരുന്നു പ്രജിൻ നയിച്ചുകൊണ്ടിരുന്നത്. അതായത് ഈ ഏറ്റവും പുതുതായിട്ട് പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ഈ ദുർമന്ത്രവാദം, ബ്ലാക്ക് മാജിക് അടക്കമുള്ള ഒരു വെളിപ്പെടുത്തലുകളാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വന്നിരുന്നത്. പ്രത്യേകിച്ച് ഈ പ്രജിൻ്റെ മുറി പരിശോധിച്ചപ്പോൾ അവിടെ കാണാൻ സാധിച്ചത് ഒരുപാട് മുടിക്കെട്ടുകൾ, അതായത് ഈ പ്രജിൻ മുടി മൊട്ടയടിച്ചിരുന്നു. അപ്പോൾ ഒരുപാട് മുടി ഈ ഒരു പ്രജിൻ്റെ മുറിയിലെ ബാത്റൂമിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായി. മാത്രമല്ല ഈ ദുർമന്ത്രവാദം അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എന്ന് തോന്നിക്കത്തക്ക തരത്തിലുള്ള ചില കറുത്ത പ്രതിമകളും, അതുപോലെ തന്നെ ഒരുപാട് നിഗൂഢതകൾ തോന്നിക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഈ പ്രജിൻ്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഈ 2ാം നിലയിലെ മുറിയിലാണ് പ്രജിൻ താമസിച്ചിരുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം പുതിയ വെളിപ്പെടുത്തലുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. മാത്രമല്ല ഈ പ്രജിൻ 7 വർഷത്തോളം ഈ മാതാപിതാക്കളെ വളരെയധികം ഉപദ്രവിച്ചിരുന്നു. അതായത് മാതാപിതാക്കളെ ശാരീരികമായി ഉപദ്രവിക്കുക, അച്ഛനെ കഴുത്തിന് കുത്തിപ്പിടിക്കുക, അതുപോലെ തന്നെ ഈ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് വെളിയിൽ അടിച്ചിറക്കുക, അതിൽ ഒരുപാട് ക്രൂരതകൾ ഈ പ്രജിൻ മാതാപിതാക്കളോട് ചെയ്തിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ആ മാതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അത്തരത്തിൽ നടക്കുന്ന വെളിപ്പെടുത്തലുകൾ തന്നെയായിരുന്നു അമ്മ നടത്തിയത്. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതുപോലെ തന്നെയാണ് ഈ വുഹാനിലെ പഠനം, അതായത് ഇവൻ MBBS പഠിക്കാനായി, പ്രജിൻ MBBS പഠിക്കാനായി ചൈനയിൽ പോകുന്നു. പക്ഷേ മെഡിക്കൽ പഠനം പൂർത്തിയാക്കാൻ സാധിച്ചില്ല, മടങ്ങി വരുന്നു. അതിൻ്റെ ഒരു വിഷമം ഈ പ്രജിനെ അലട്ടിയിരുന്നു. അതിനുശേഷം, അതായത് MBBS പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, തിരിച്ച് ഇവിടെ വന്നിട്ട് ഈ നാട്ടിൽ വന്നിട്ട് സിനിമാ പഠനത്തിനായി കൊച്ചിയിലേക്ക് പോകുന്നു. കൊച്ചിയിലേക്ക് പോയതിന് ശേഷമാണ് ശരിക്കും പ്രജിൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് എന്നാണ് ഈ വീട്ടുകാർ പറയുന്നത്. ഈ കൊച്ചിയിലെ സിനിമാ പഠനത്തിന് ശേഷം പ്രകടമായ മാറ്റങ്ങൾ പ്രജിനുണ്ടായിരുന്നു എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം മാതാവ് പ്രതികരിച്ചത്. ഇവർ ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ട് തന്നെ ഈ പള്ളി എന്നൊക്കെ പറയുമ്പോൾ അത് പ്രത്യേകിച്ചും മതപരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ കൊച്ചിയിലെ സിനിമാ പഠനത്തിന് ശേഷം ഈ പള്ളിയിലോട്ട് ഒന്നും അധികം അങ്ങനെ പോകില്ല, അങ്ങനത്തെ ഒരു സ്വഭാവത്തിലേക്ക് പ്രജിനെത്തി. അത് മാതാപിതാക്കൾക്ക് വലിയ രീതിയിലുള്ള വിഷമമുണ്ടാക്കിയൊരു സംഭവം തന്നെയാണ്. പിന്നെ ഈ മുറി അടച്ചിരിക്കുക എന്നൊരു സ്വഭാവം ഈ ഒരു കുട്ടിക്കുണ്ടായിരുന്നു. പുറത്തോട്ടൊന്നും വലിയൊരു സഹകരണമില്ലാത്ത രീതിയിൽ അത്തരത്തിലൊരു അവസ്ഥയിലായിരുന്നു പ്രജിൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ വളരെ മോശമായിട്ടൊക്കെ, അതായത് മാതാപിതാക്കൾ വളരെ ദ്രോഹിക്കുന്ന തരത്തിലേക്കൊക്കെ പ്രജിൻ എത്തിയിരുന്നു എന്നും കഴിഞ്ഞ ദിവസം ആ മാതാവ് വേദനയോടെ വെളിപ്പെടുത്തുകയുണ്ടായി. മാത്രമല്ല ഈ ചിലപ്പോഴൊക്കെ ഏറ്റവും നിർണായകമായൊരു വെളിപ്പെടുത്തലാണ് ഈ പ്രജിൻ രാത്രിയിൽ ചിലപ്പോഴൊക്കെ വാഹനമെടുത്ത് വീട്ടിൽ നിന്ന് പുറത്തു പോകാറുണ്ട്. പുറത്തു പോയതിന് ശേഷം, അത് രാത്രിയിലാണ് പോകുന്നത്, പുറത്തു പോയതിന് ശേഷം പിന്നെ ഒരുപാട് മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പ്രജിൻ വീട്ടിലേക്ക് തിരിച്ചു വരാറുള്ളൂ എന്നൊരു വെളിപ്പെടുത്തലും കഴിഞ്ഞ ദിവസം മാതാവ് നടത്തുകയുണ്ടായി. അപ്പോൾ ഈ ഒരു രാത്രിയിൽ പോകുന്നത് എവിടേക്കാണ്, അത് എന്തിനായിരുന്നു ആ പോകുന്നത് എന്നതും വളരെ ഒരു നിഗൂഢമായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല ഈ കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുൻപാണ് പ്രജിൻ മുടി മുറിച്ചത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം പ്രജിൻ്റെ മുറിയിൽ നിന്നും പ്രജിൻ വരച്ചു എന്ന് കരുതുന്ന രീതിയിലുള്ള ഒരു ചിത്രവും കണ്ടത്. വളരെ നിഗൂഢമായ ഒരു ചിത്രമാണ്. അതായത് ഒരു മുടിയില്ലാത്തൊരു വ്യക്തിയുടെ കയ്യിൽ ഒരു തല ഇരിക്കുന്ന ആ തരത്തിലുള്ളൊരു ചിത്രമൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടെത്തുകയുണ്ടായി. അതുപോലെ ഇത്തരത്തിൽ സാത്താൻ സേവ പോലുള്ള ആഭിചാര കർമ്മങ്ങളിൽ മകൻ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം ഈ ഒരു കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ പെട്ടെന്ന് ഇങ്ങനെ മനമാറുക, അപ്പോൾ അത്തരത്തിലൊരു കാര്യം വന്നപ്പോൾ തന്നെ ഈ ഒരു ബ്ലാക്ക് മാജിക് അത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്ന സംശയം കഴിഞ്ഞ ദിവസം ഈ മാതാവ് പ്രകടിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല ഈ റൂമിൻ്റെ അകത്ത് നിന്ന് പ്രജിൻ്റെ മുറിക്കുള്ളിൽ നിന്നും ഓം ഓം എന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു എന്നൊരു കാര്യവും അമ്മ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഒരു ആഭിചാര ക്രിയ അല്ലെങ്കിൽ അത്തരം
ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് തോന്നത്തക്ക രീതിയിലുള്ള വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസം മാതാവ് നടത്തിയത്. മാത്രമല്ല മറ്റൊരു പ്രധാന കാര്യം കഴിഞ്ഞ ദിവസം മാതാവ് പറഞ്ഞത്, ഞങ്ങൾക്ക് ഭയമുണ്ട്. അതായത് ഇവൻ പുറത്തിറങ്ങിയാൽ എന്നെയും മകളെയും കൊലപ്പെടുത്തും എന്നൊരു ഭയം ഈ മാതാവിനെ അലട്ടുന്നുണ്ട്. അങ്ങനെ ഒരു വെളിപ്പെടുത്തലും കൂടി കഴിഞ്ഞ ദിവസം മാതാവ് മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. അതായത് മകൻ പുറത്തിറങ്ങിയാൽ ചിലപ്പോൾ ഞങ്ങൾ അപായപ്പെടുത്താനും സാധ്യതയുണ്ട് എന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. മാത്രമല്ല ഈ കൊലപാതകം നടന്നതിൻ്റെ പിറ്റേ ദിവസം അമ്മ മകളെ കണ്ടപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യമാണ്, നീ ഇന്നലെ ഇല്ലാതിരുന്നത് നന്നായി, ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ അവൻ കൊലപ്പെടുത്തിയേനെ എന്നൊരു കാര്യം ഈ മാതാവ് മകളോട് പറഞ്ഞിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഭയം കൂടി, ഇനി മകൻ പുറത്തിറങ്ങിയാൽ ഇവരെ കൊലപ്പെടുത്തുമോ, ഇവരെ അപായപ്പെടുത്തുമോ എന്നൊരു ഭയം കൂടി ഈ കുടുംബത്തെ ഇപ്പോൾ വളരെ വലിയ രീതിയിൽ വേട്ടയാടുന്നുണ്ട്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി പ്രതി ഇപ്പോൾ ജയിലിലാണ്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതായിട്ടുണ്ട്. കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലിൽ മാത്രമേ എന്താണ് ശരിക്കും ഒരു ഇത്തരത്തിലൊരു കൊലപാതകത്തിൽ നയിച്ചത്, ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന രീതിയിലുള്ള സംഭവങ്ങളുണ്ടോ, ശരിക്കും ഈ പ്രജിൻ്റെ സ്വഭാവത്തിന് എന്താണ് സംഭവിച്ചത്, പുള്ളി എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്രൂരത പ്രജിൻ ചെയ്തത്, ഈ രാത്രിയിൽ പോകുന്നത് എവിടേക്കാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വിശദമായിട്ടുള്ള ഒരു വ്യക്തത വരണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രജിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ അതിനുള്ള ഒരു ഉത്തരം കിട്ടുകയുള്ളൂ. പിന്നെ പ്രധാനമായും കുടുംബം ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം ഈ ഒരു മൊബൈൽ ഫോൺ, പ്രജിൻ്റെ മൊബൈൽ ഫോൺ തീർച്ചയായിട്ടും അതിലും അത് പരിശോധിക്കണം. അത് പരിശോധിച്ചാൽ തീർച്ചയായിട്ടും അതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ കിട്ടും എന്ന് തന്നെയാണ് കുടുംബം പ്രതീക്ഷിക്കുന്നത്. അതും പരിശോധിക്കണം എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും അതിക്രൂരമായ ഒരു കൊലപാതകം നടന്ന ഈ വീട്, ഇപ്പോഴും ആ വീട്ടിൽ ആ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു വിഷമത്തിലും ആ ഒരു ഞെട്ടൽ, ആ ഒരു നടുക്കം, ആ കൊലപാതകം നേരിട്ട് കണ്ട ആ ഒരു ആഘാതത്തിൽ നിന്നും ആ അമ്മ ഇതുവരെ വിമുക്തമായിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരണം നടത്തിയെങ്കിലും ഇപ്പോൾ ആ അമ്മയുടെ അവസ്ഥ വളരെയധികം ഹെൽത്ത് കണ്ടീഷനൊക്കെ വളരെയധികം മോശമായിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ്. അപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഏതൊരു അവസ്ഥയിൽ കൂടിയാണ് ആ മാതാവ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. തീർച്ചയായിട്ടും ഇനിയും ഈ ഒരു വിഷയത്തിൽ ഒരുപാട് വ്യക്തത വരേണ്ടതായിട്ടുണ്ട്.